എല്ലാവർക്കും എക്സലിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഫിസിക്സിൽ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മോഷൻ എന്ന പാഠം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ റെഫറൻസ് ബോഡി എന്താണെന്ന് പറഞ്ഞു, അവലംബക വസ്തു എന്താണെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ്, അതായത് ദൂരം, സ്ഥാനാന്തരം എന്നിങ്ങനെയുള്ള രണ്ട് ക്വാണ്ടിറ്റീസിനെ പറ്റിയും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ യൂണിറ്റ് എന്താണെന്നും അത് ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ ബാക്കി ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ്, നമ്മൾ ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ടാണ് അതിൽ നിങ്ങൾക്ക് എന്താണ് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു തന്നത്. ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് പോവുകയാണ്, എ എന്ന പൊസിഷനിൽ നിന്നും ബി എന്ന പൊസിഷനിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അയാൾ ഇങ്ങനെ ഒരു വഴി കൂടെ സഞ്ചരിക്കുന്നു, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വഴി കൂടെ സഞ്ചരിക്കുന്നു. അയാൾക്ക് പല രീതിയിലും എയിൽ നിന്ന് ബിയിലേക്ക് പോകാം. അപ്പോൾ ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സഞ്ചരിച്ച പാത്തിന്റെ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ വഴി കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ പാത്തിന്റെ ടോട്ടൽ ലെങ്തിനെ ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഏത് വഴി കൂടെയാണ് സഞ്ചരിക്കുന്നത് ആ പാത്തിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിന്റെ യൂണിറ്റ് മീറ്റർ ആയിരിക്കും എന്നും പറഞ്ഞതാണ്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ നോക്കുമ്പോൾ അയാൾ സഞ്ചരിച്ച പാത്ത് ഏതുമായിക്കോട്ടെ, ഏത് വഴിയിൽ കൂടെയാണ് സഞ്ചരിച്ചതെങ്കിലും നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നോക്കുമ്പോൾ അയാൾ സഞ്ചരിച്ച പാത്ത് എടുക്കേണ്ട ആവശ്യമില്ല. എന്തുമാത്രം നോക്കിയാൽ മതി, അയാൾ തുടങ്ങിയ സ്ഥാനം, അതായത് ആദ്യ സ്ഥാനം, ഇനിഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ അന്ത്യസ്ഥാനം, അയാൾ അവസാനം സഞ്ചരിച്ച് എത്തിയ സ്ഥാനം ബി, അപ്പോൾ ഫൈനൽ പൊസിഷൻ. അപ്പോൾ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അയാൾ ഏത് വഴി കൂടെയാണ് സഞ്ചരിച്ചത് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇനിഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ് എന്ത് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അയാളിപ്പോൾ ഈ പാത്തിലൂടെയല്ല ഈ പാത്തിലൂടെയല്ല, അയാൾ ഏത് പാത്തിലൂടെ സഞ്ചരിച്ചത്, ഇതാ ഈ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിച്ചതെന്ന് ഇരിക്കട്ടെ. അയാൾ ഇതാ ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ചതെങ്കിൽ അയാളുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആണ്. അതായത് ഏതൊരു ബോഡിയും സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, വളഞ്ഞോ തിരിഞ്ഞോ പോകാതെ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അയാൾ സഞ്ചരിക്കുന്ന ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക, പരീക്ഷകൾക്ക് അത് ചോദിക്കാറുണ്ട്. ഏത് സിറ്റുവേഷനിലാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആവുന്നതെന്ന് സാധാരണ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ സ്ട്രെയിറ്റ് ലൈനായിട്ട് സഞ്ചരിക്കുന്ന ഒരു ബോഡിയുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും ഈക്വൽ ആയിരിക്കും എന്ന് പഠിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, സ്കെയിലർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും. എന്താണ് സ്കെയിലർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് ഈ ഉദാഹരണങ്ങൾ കൂടി തന്നെ പഠിക്കാം. അപ്പോൾ സപ്പോസ് ഒരാള് തന്റെ വീട്, ഇവിടെ അയാളുടെ വീടാണ്, എ എന്ന പൊസിഷൻ അയാളുടെ വീടാണ്. ഇപ്പോൾ നിങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി നിങ്ങളോട് വിളിച്ചിട്ട് പറയാണ്, എടാ ഇന്ന് എന്റെ വീട്ടിലേക്ക് വാ, നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, ഇന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുകയാണ്, കൂട്ടുകാരനോ കൂട്ടുകാരിയോ വീട്ടിലേക്ക് വിളിക്കുകയാണ്. നിങ്ങൾ ഇതുവരെയും ആ കൂട്ടുകാരൻ്റെയോ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല, ആദ്യമായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിളിക്കുകയാണ്, എടാ നിന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ച് നിങ്ങൾ വിളിക്കുമ്പോൾ അവൻ പറയാണ്, എൻ്റെ വീട് നിന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് എന്ന് പറയുകയാണ്. അതായത് നിങ്ങളുടെ കൂട്ടുകാരൻ വിളിച്ച് പറയാണ്, എൻ്റെ വീട് നിന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ ശരി എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോൺ വയ്ക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യും, 2 കിലോമീറ്റർ നടക്കും. പക്ഷെ എങ്ങോട്ട് നടക്കും, ഈ ഡയറക്ഷനോട് നടക്കുമോ അതോ ഈ ഡയറക്ഷനോട് നടക്കുമോ അതോ ഇങ്ങോട്ട് നടക്കുമോ, ഏത് ഡയറക്ഷൻ നടക്കുമോ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ളത് വെറും അളവ് മാത്രമാണ്. മലയാളത്തിൽ അതിന് പരിമാണം എന്ന് പറയാറുണ്ട്. പരിമാണം എന്ന് വെച്ചാൽ അളവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെയാണ് പരിമാണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നത് 2 കിലോമീറ്റർ എന്ന് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. അപ്പോൾ 2 കിലോമീറ്റർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. അപ്പോൾ നിങ്ങൾക്ക് തന്നത് പരിമാണമാണ്, ഇംഗ്ലീഷിൽ അതിനെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് തന്നത്. അപ്പോൾ എങ്ങോട്ട് പോകണം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം, പക്ഷെ കൂട്ടുകാരന്റെ വീട്ടിലെത്താൻ നിർബന്ധമില്ല. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ നൽകിയ ഈ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ് അഥവാ ദൂരം. അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്കുള്ള ദൂരം മാത്രമാണ് 2 കിലോമീറ്റർ. അത് ഡിസ്റ്റൻസ് ആണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളോട് 2 കിലോമീറ്റർ എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നീടാണ് ആലോചിച്ചത്, ഈ 2 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ വീണ്ടും കൂട്ടുകാരനെ വിളിക്കും, എടാ ഏത് ഡയറക്ഷനിലോട്ടാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഏതാണ് വഴി, എങ്ങോട്ടാണ് നമ്മൾ വരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങളുടെ കൂട്ടുകാരൻ പറയാണ്, 2 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കണം. 2 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് എവിടെ എത്താം, നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലെത്താം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനോട്ട്, അതായത് ഇത് നോർത്ത് ഈസ്റ്റ്
വെസ്റ്റ്, സൗത്ത്, ഇങ്ങനെയാണ് ഡയറക്ഷൻസ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങോട്ട് വടക്ക് കിഴക്ക് ദിശ. അപ്പോൾ വടക്ക് കിഴക്ക് ദിശയിലായിട്ട് നിങ്ങൾക്കറിയാം ഈ വഴി ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ ഒരു വഴിയുണ്ട്. ആ വഴി പോയി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലെത്താമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു? 2 കിലോമീറ്റർ എന്നും പറഞ്ഞു, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നും പറഞ്ഞു. അപ്പോൾ ഇവിടെ കൂട്ടുകാർ നൽകിയതാണ് ഡിസ്പ്ലേസ്മെന്റ് അഥവാ 2 കിലോമീറ്റർ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. അഥവാ ഇവിടെ എന്തൊക്കെയുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്റ്റൻസും ഡയറക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് മാറും. ഇതാണ് അതിന്റെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. മലയാളത്തിൽ അതിശ അളവുകൾ എന്ന് പറയും. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെയാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ എന്ത് പറയും? അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. അതായത് ഏതൊരു ക്വാണ്ടിറ്റിക്കും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അതിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയും. വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ മലയാളം വാക്ക് സദിശ അളവുകൾ എന്നാണ്. സദിശ അളവുകൾ. നമ്മൾ സാധാരണ മലയാളത്തിൽ സ എന്ന് ചേർക്കുമ്പോൾ കൂടി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. അതായത് സസന്തോഷം, സന്തോഷത്തോടു കൂടി, സകുടുംബം, കുടുംബത്തോടു കൂടി എന്നൊക്കെ പറയാറില്ല. അതുപോലെ തന്നെയാണ് സദിശ എന്ന് വെച്ചാൽ ദിശയോട് കൂടി. അപ്പൊ ദിശയും ആ ഒരു വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാകും. സദിശ, ദിശയോട് കൂടി. വെക്റ്റർ ക്വാണ്ടിറ്റീസ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റീസ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് സ്കെയിലർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും. സ്കെയിലർ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ഈസ് കോൾഡ് സ്കെയിലർ ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസ് എന്ത് പറയും? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പൊ അതിശ അളവുകളും സദിശ അളവുകളും. അപ്പൊ നിങ്ങൾക്കറിയാം പരീക്ഷ ചോദിക്കുകയാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ്, ഇതിൽ ഏതാണ് സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു 2 കിലോമീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണ്? ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. 2 കിലോമീറ്റർ എന്ന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്ന ടോപ്പിക്കാണ്. ഇനി അങ്ങോട്ട് ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന ക്വാണ്ടിറ്റീസിന് നമുക്ക് സ്കെയിലർ എന്നും വെക്റ്ററും തിരിക്കേണ്ടി വരും. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്പീഡും വെലോസിറ്റിയും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സ്പീഡും വെലോസിറ്റിയും. ഇതിൽ വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾ കേട്ട് കാണത്തില്ല, പക്ഷേ സ്പീഡ് എന്താണെന്ന് നിങ്ങൾ സ്ഥിരം കേൾക്കുന്നതായിരിക്കും. സാധാരണ നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ, ബൈക്കിലാണെങ്കിലും അല്ലെങ്കിൽ കാറിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ അതിൽ സ്പീഡ് എഴുതി കാണിക്കുന്ന ഒരു മീറ്റർ ബോർഡുണ്ട്. അതിനെ നമ്മൾ ഓഡോ മീറ്റർ എന്ന് പറയും. അതായത് അതിൽ ഒരു നീഡിലുണ്ട്. നീഡിൽ ഇങ്ങനെ 0 മുതൽ എത്രയാണോ സ്പീഡ് കൂട്ടുന്നത് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ 10 കിലോമീറ്റർ പെർ അവർ, 20 കിലോമീറ്റർ പെർ അവർ, അങ്ങനെ 40, 50, 60 എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൽ കാണിക്കാറുണ്ട്. അപ്പോൾ എന്താണ് സ്പീഡ് എന്ന് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്താണ് സ്പീഡ്? നിങ്ങൾ പയ്യെ പോവുകയാണെങ്കിൽ സ്പീഡ് കുറവെന്ന് പറയും, നിങ്ങൾ ഓടുകയാണെങ്കിൽ സ്പീഡ് കൂടുതൽ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളിന്റെ പരിസരങ്ങളിലൊക്കെ സാധാരണ നിങ്ങൾ സ്പീഡ് എഴുതി വെച്ചിരിക്കുന്ന ഒരു ബോർഡ് കാണും. നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. 40 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡ് നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് മാക്സിമം സ്പീഡ് 40 കിലോമീറ്റർ പെർ അവറേ ആകാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ സ്പീഡ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് എന്താണ് കറക്റ്റ് സ്പീഡ്, അല്ലെങ്കിൽ എന്താണ് വെലോസിറ്റി, എന്താണ് വ്യത്യാസം എന്നൊക്കെയാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അതിന് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. ഒരാള് അയാളുടെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുകയാണെന്ന് കരുതുക. അയാളുടെ വീടാണ് എ എന്ന പൊസിഷൻ, അയാളുടെ ഓഫീസാണ് ബി എന്ന പൊസിഷൻ. അയാൾ എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, രാവിലെ ഓഫീസിൽ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അയാൾ സഞ്ചരിച്ച പാത്താണ് ഈ വരച്ചിരിക്കുന്നത്. 200 മീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ പാത്തിൽ കൂടെയാണ് അയാൾ സഞ്ചരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ ടേബിൾ നമുക്ക് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ള ടേബിൾ ആണ്. അയാൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെന്ന് കരുതുക. അപ്പോൾ എയിൽ നിന്നും ബിയിലേക്ക് ഈ പാത്ത് വഴി അയാൾ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 200 മീറ്റർ ആണ്. അയാൾ സഞ്ചരിച്ച പാത്തിന്റെ ടോട്ടൽ ലെങ്ത് ആണ് ഈ കൊടുത്തിരുന്ന 200 മീറ്റർ. അതായത് ഡിസ്റ്റൻസ് ആണ് 200 മീറ്റർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ മീറ്റർ ആണ്, അതാണ് 200 എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആ എ തൊട്ട് ബി, അതായത് എ എന്ന ഇനിഷ്യൽ പൊസിഷൻ, ബി എന്ന ഫൈനൽ പൊസിഷൻ. അപ്പൊ അതിന് ഡിസ്റ്റൻസ് 200. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് അതിവിടെ കൊടുത്തിട്ടുണ്ട് 50 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് എ മുതൽ ബി വരെ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 200ഉം
ഡിസ്പ്ലേസ്മെന്റ് 50 മീറ്റർ. അപ്പൊ അതിനടുത്ത് സമയമാണ് 10 സെക്കൻഡ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് എയിൽ നിന്നും ബിയിലെത്താൻ എടുക്കുന്ന സമയമാണ് 10 സെക്കൻഡ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്, അതാണ് 10 എന്ന് നൽകിയിരിക്കുന്നത്. സമയം 10 സെക്കൻഡ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 10 സെക്കൻഡ് കൊണ്ടാണ് അയാൾ എയിൽ നിന്നും ബിയിലെത്തിയത്. അതായത് 10 സെക്കൻഡ് കൊണ്ടാണ് അയാൾ 200 മീറ്റർ സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ അയാൾ എത്ര ദൂരമായിരിക്കും സഞ്ചരിക്കുന്നതാണ് നിങ്ങൾ ഈ ടേബിളിൽ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 10 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ സഞ്ചരിച്ചെങ്കിൽ 1 സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ? നിങ്ങൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാന്നുള്ളതേ ഉള്ളൂ. എത്രയെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. അതായത് 10 ചോക്ലേറ്റിന് 100 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് എത്ര രൂപയായിരിക്കും? 10 രൂപയായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെ തിരിച്ചു ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. 200 മീറ്റർ 10 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്ര മീറ്റർ ആയിരിക്കും ട്രാവൽ ചെയ്തിരിക്കുന്നത്? 20 മീറ്റർ ആണ്. 1 സെക്കൻഡിനെയാണ് നമ്മൾ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. ഇനി എപ്പോഴും ശ്രദ്ധിക്കുക, ഫിസിക്സിൽ ഇനി ഏത് ക്ലാസ്സിൽ പഠിച്ചാലും നമ്മൾ സാധാരണ യൂണിറ്റ് ടൈം, യൂണിറ്റ് ഡിസ്റ്റൻസ് എന്നൊക്കെ കേൾക്കും, യൂണിറ്റ് ഏരിയ എന്നൊക്കെ കേൾക്കും. അങ്ങനെയുള്ള സമയത്ത് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്നാണ് അർത്ഥം. 1 സെക്കൻഡിനെയാണ് യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. യൂണിറ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 20 മീറ്റർ ട്രാവൽ ചെയ്തു. 10 സെക്കൻഡ് കൊണ്ട് 200 മീറ്റർ, 1 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ. അതേസമയത്ത് ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 50 മീറ്റർ ആണ്. അപ്പോൾ 10 സെക്കൻഡ് കൊണ്ടാണ് 50 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ എത്രയായിരിക്കും? 1 സെക്കൻഡിൽ 50 ഡിവൈഡ് ബൈ 10, 5 എന്ന് കിട്ടും. അതായത് യൂണിറ്റ് ടൈമിൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു ഡിസ്പ്ലേസ്മെന്റ്. അതുപോലെ തന്നെ തിരിച്ചു വരികയാണ്, അയാൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോഴും ഇതേ പാത്തിൽ കൂടെയാണ് ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് 200. ഡിസ്പ്ലേസ്മെന്റ് ഇനിഷ്യൽ മുതൽ ഫൈനൽ വരെ. ഇപ്പോൾ ഇനിഷ്യൽ തുടങ്ങിയത് ഓഫീസിൽ നിന്നാണ്, എത്തേണ്ടത് വീടാണ്. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ ബിയും ഫൈനൽ പൊസിഷൻ എയുമാണ്. അപ്പോൾ ഇവിടുത്തെ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസും 50 തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 50. ടൈം ടേക്കൺ അവിടെയും 10 സെക്കൻഡ് എടുത്തത്, 10 സെക്കൻഡ്. ഡിസ്റ്റൻസ് പെർ സെക്കൻഡ് അവിടെയും 200 മീറ്റർ തന്നെയാണ്. 10 സെക്കൻഡിൽ 200 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 1 സെക്കൻഡിൽ 20 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റും നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. ഡിസ്പ്ലേസ്മെന്റ് 50 മീറ്റർ ആയതുകൊണ്ട് ഇവിടെ പെർ സെക്കൻഡിൽ 1 സെക്കൻഡിൽ 5 മീറ്റർ പെർ സെക്കൻഡ്, 5 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് ടൈമിൽ അയാൾ എത്ര ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്. അപ്പോൾ യൂണിറ്റ് ടൈമിൽ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് 1 സെക്കൻഡിൽ എത്ര ദൂരം സഞ്ചരിച്ചു. നമ്മൾ സാധാരണ നിങ്ങളുടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിലേക്ക് വരുമ്പോൾ 500 മീറ്റർ ആണ് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് കരുതുക. 500 മീറ്റർ. നിങ്ങൾ 50 സെക്കൻഡ് കൊണ്ടാണ് സ്കൂളിൽ എത്തിയത്. 50 സെക്കൻഡ് കൊണ്ടാണ് നിങ്ങൾ 500 മീറ്റർ സഞ്ചരിച്ചത്. അപ്പോൾ നിങ്ങളുടെ സ്പീഡ് എത്രയും ചോദിക്കുകയാണ്. സ്പീഡ് ചോദിക്കുകയാണെങ്കിൽ അതിന് 500 ഡിവൈഡ് ബൈ 50 ചെയ്താൽ മതി, 10 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. അപ്പോൾ അതാണ് നിങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത്. അതായത് 1 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, 1 സെക്കൻഡിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു, യൂണിറ്റ് സമയത്തിൽ എത്ര ദൂരം ട്രാവൽ ചെയ്തു. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. മലയാളത്തിൽ വേഗം എന്നാണ് അതിനെ പറയുന്നത്. വേഗം, നിങ്ങൾ വേഗത എന്ന് കേട്ടിട്ടുള്ളതായിരിക്കും. ഇനി ഡിസ്പ്ലേസ്മെന്റ് പെർ സെക്കൻഡ്, അതായത് യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്തു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി മലയാളത്തിൽ പ്രവേഗം എന്ന് പറയും. പ്രവേഗം. അപ്പോൾ അതൊരു പുതിയ ടൈമാണ്. ഡിസ്റ്റൻസ് 1 സെക്കൻഡിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസിനെ നമ്മൾ സ്പീഡ് എന്ന് പറയും. 1 സെക്കൻഡ് സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സാധാരണ രീതിയിൽ ഒരു ബോഡി, നേരത്തെ നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ ബോഡിയുടെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും ആ ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ കൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ ബോഡിയുടെ സ്പീഡും വെലോസിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്നാൽ സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ സ്പീഡും വെലോസിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ സ്പീഡും വെലോസിറ്റി ഏകദേശം ഒരേ കൺസെപ്റ്റ് ആണ്. പക്ഷെ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സ്പീഡും വെലോസിറ്റിയും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. യൂണിറ്റ് ടൈമിൽ സഞ്ചരിച്ച ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പീഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് ടൈമിൽ സഞ്ചരിച്ച ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ യൂണിറ്റ് നോക്കാം. അപ്പോൾ നമുക്ക് സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് നോക്കാം. സ്പീഡിന്റെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞു, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം, അതായത് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ് അതിന്റെ ഇക്വേഷൻ. ഇത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ്. കാരണം പരീക്ഷകൾക്ക് മാത്തമെറ്റിക്കൽ പ്രോബ്ലംസ് ഇത് വെച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഈക്വൽ ടു ഇതിന്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ എന്ന് നമുക്കറിയാം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്.
അതുകൊണ്ട് തന്നെ മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. നമ്മൾ ഫസ്റ്റ് പാഠത്തിലെ യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒരു പോയിന്റ് പറഞ്ഞത് എങ്ങനെയാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നൊരു യൂണിറ്റ് പഠിച്ചായിരുന്നു. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, അവിടെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അത് ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അടുത്തത് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽഡ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം, ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അപ്പോൾ മീറ്റർ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇതുപോലെ തന്നെയാണ്, രണ്ടും ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് എന്ത് തന്നെ കിട്ടും? മീറ്റർ പെർ സെക്കൻഡ് തന്നെ കിട്ടും. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും യൂണിറ്റ് മീറ്റർ, അതുപോലെ തന്നെ സ്പീഡിന്റെയും വെലോസിറ്റിയുടെയും യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് സ്പീഡിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആൾക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ വണ്ടികളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കിലോമീറ്റർ പെർ അവർ എന്നാണ് കാണിക്കുന്നത്. അതായത് ബൈക്കിൽ 40 കിലോമീറ്റർ പെർ അവറിലാണ് എന്നാണ് അതിൽ ഓഡോമീറ്ററിൽ കാണിച്ചിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം എന്താണ്? 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ് അർത്ഥം. 1 മണിക്കൂറിൽ 40 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ സാധാരണ വാഹനങ്ങളിലുള്ള സ്പീഡ് കാണിക്കുന്നത് കിലോമീറ്റർ പെർ അവർ എന്നാണ്. എന്നാൽ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ എന്താ അർത്ഥം? 1 സെക്കൻഡിൽ 10 മീറ്റർ ട്രാവൽ ചെയ്യുന്നു എന്നാണ് അർത്ഥം. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിച്ചു? എന്തുകൊണ്ട് നമ്മൾ അതിന്റെ സ്പീഡിന്റെ യൂണിറ്റ് കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞില്ല? അത് നിങ്ങൾക്ക് ഫസ്റ്റ് പാഠം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അതായത് ഡിസ്റ്റൻസിന്റെയും ടൈമിന്റെയും ഒക്കെ യൂണിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് എടുക്കാൻ പാടുള്ളൂ? SI യൂണിറ്റ് എടുക്കാൻ പാടുള്ളൂ. ഡിസ്റ്റൻസിന് മീറ്റർ, കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, നാനോമീറ്റർ, മൈക്രോമീറ്റർ എന്ന് പറഞ്ഞ ഒരുപാട് യൂണിറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ പറയുന്ന യൂണിറ്റ് എന്താണ്? SI യൂണിറ്റ് ആയിരിക്കണം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് പ്രകാരം SI യൂണിറ്റ് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ SI യൂണിറ്റ്, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്റർ എന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ടൈമിന് അവർ എന്നുണ്ട്, മിനിറ്റ് എന്നുണ്ട്, സെക്കൻഡ് എന്നുണ്ട്. പക്ഷെ എന്തേ ഉപയോഗിക്കാൻ പാടുള്ളൂ? SI യൂണിറ്റ് ആയിട്ടുള്ള സെക്കൻഡ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്പീഡിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഉപയോഗിക്കാൻ പാടുള്ളൂ. എന്ത് ഉപയോഗിക്കാൻ പാടില്ല? കിലോമീറ്റർ പെർ അവർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കിലോമീറ്റർ പെർ അവർ എന്ന് ഉപയോഗിക്കാതെ മീറ്റർ പെർ സെക്കൻഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നൽകിയിരിക്കുന്നത് എയിൽ നിന്നും B വഴി സിയിലേക്ക് ട്രാവൽ ചെയ്ത ഒരാളുടെ പാത്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഫൈൻഡ് ദ സ്പീഡ് ആൻഡ് വെലോസിറ്റി ഓഫ് ദിസ് പേഴ്സൺ എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, എയിൽ നിന്നും അയാൾ ബിയിലെത്തി, ബിയിൽ നിന്നും അയാൾ സിയിലെത്തി. മുൻപത്തെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചതുപോലെ സിയിൽ നിന്നും അയാൾ എയിൽ എത്തുന്നില്ല. എവിടെ വരെ എത്തുന്നുള്ളൂ? ഇനിഷ്യൽ പൊസിഷൻ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, സിയിൽ അവസാനിച്ചു. അപ്പോൾ B വഴിയാണ് അയാൾ സഞ്ചരിച്ചത്. അപ്പോൾ ഇയാളുടെ സ്പീഡും വെലോസിറ്റിയും കണ്ടെത്താനാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. വേഗവും പ്രവേഗവും കണ്ടെത്തുക. അപ്പോൾ നമുക്ക് നോക്കാം, എയിൽ നിന്ന് സിയിൽ എത്തുകയാണ്, അയാളുടെ സ്പീഡ് നോക്കുകയാണ്. സ്പീഡ് എന്താണെന്ന് അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം, അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡിന്റെ ഇക്വേഷൻ, നമുക്കറിയാം. അപ്പോൾ ഇവിടെ എയിൽ നിന്നും ബിയിൽ എത്തിയപ്പോൾ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 60 മീറ്റർ നൽകിയിട്ടുണ്ട്. അതുപോലെ ബിയിൽ നിന്ന് സിയിൽ എത്തിയപ്പോൾ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ് 40 മീറ്റർ ആണ്. അപ്പോൾ എയിൽ നിന്നും സിയിൽ എത്താൻ അയാൾ സഞ്ചരിച്ചത് 60 + 40, ടോട്ടൽ എത്ര കിട്ടും? 100 എന്ന് കിട്ടും. അപ്പോൾ അയാൾ സഞ്ചരിച്ച ഡിസ്റ്റൻസ്, ദൂരം എന്ന് പറയുന്നത് 100 ആണ്. 100 മീറ്റർ ആണ് അയാൾ സഞ്ചരിച്ച ദൂരം. ഇനി അതിനെടുത്ത സമയം ഇവിടെ നൽകിയിട്ടുണ്ട്. എയിൽ നിന്ന് ബിയിൽ എത്താൻ എടുക്കുന്ന സമയം 6 സെക്കൻഡും ബിയിൽ നിന്ന് സിയിൽ എത്താൻ എടുക്കുന്ന സമയം 4 സെക്കൻഡുമാണ്. അപ്പോൾ എയിൽ നിന്നും സിയിൽ എത്താൻ ടോട്ടൽ എത്ര ടൈമാണ് എടുത്തത്? 6 സെക്കൻഡ് + 4 സെക്കൻഡ്, ടോട്ടൽ എത്ര കിട്ടും? 10 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈമിനെ 100/10 നമുക്ക് കിട്ടും. 100/10 ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 എന്ന് തന്നെ കിട്ടും. അതായത് ഇയാളുടെ സ്പീഡ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ഇയാൾ സഞ്ചരിച്ച സ്പീഡ് എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി വെലോസിറ്റി നോക്കാം. വെലോസിറ്റി നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, ഇയാൾ ഏത് പാത്തിൽ കൂടെയാണ് സഞ്ചരിച്ചെങ്കിൽ നമുക്ക് എന്താ ഡിസ്പ്ലേസ്മെന്റ് നടത്താൻ ആ ഇനിഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് മാത്രം നോക്കിയാൽ മതിയാകും. അപ്പോൾ ഇവിടെ എയിൽ നിന്നും എ ഇനിഷ്യൽ പൊസിഷനും സി ഫൈനൽ പൊസിഷനുമാണ്. അത് തമ്മിലുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 70 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് 70 മീറ്റർ നമ്മൾ എടുത്തു. ടൈം നേരത്തെ എടുത്ത അതേ ടൈം തന്നെയാണ്. കാരണം അയാൾ എയിൽ നിന്ന് സിയിലെത്താൻ എടുക്കുന്ന ടൈം 10 സെക്കൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും ടൈം എത്രയാണ് എടുത്താൽ മതി? 10 സെക്കൻഡിന് എടുത്താൽ മതി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അഥവാ 70/ടൈം = 7 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. കണ്ടോ, ഇവിടെ ഇയാൾ സഞ്ചരിച്ച പാത്തിന്റെ ഒരേ സ്ഥലത്താണ് തുടങ്ങിയത്, ഒരേ സ്ഥലത്താണ് അവസാനിച്ചത്. പക്ഷേ അയാളുടെ സ്പീഡും വെലോസിറ്റിയും എന്താണ്? ഡിഫറെന്റ് ആണ്. ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, എന്നാൽ വെലോസിറ്റി എത്രയാണ്? 7 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടിയത്.
അപ്പോൾ ഇതാണ് സ്പീഡും വെലോസിറ്റിയും വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചെയ്യേണ്ട രീതി. അപ്പോൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നേരത്തെ സ്കെയിലർ ക്വാണ്ടിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയും പറഞ്ഞു. സ്കെയിലർ ക്വാണ്ടിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റി പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഡിസ്റ്റൻസിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും കാര്യം പറഞ്ഞത് ഓർക്കുക. ഡിസ്റ്റൻസ് സ്കെയിലർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരുന്നു. അപ്പോൾ സ്പീഡും വെലോസിറ്റിയും ഏതായിരിക്കും? സ്പീഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സ്പീഡ് പറയുമ്പോൾ അവിടെ എന്ത് മാത്രമേ പറയാറുള്ളൂ? ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയാറുള്ളൂ, ഡയറക്ഷൻ പറയാറില്ല. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് സ്പീഡ് എന്ന് പറയുന്നത്, അതായത് അദിശ അളവാണ് വേഗത എന്ന് പറയുന്നത്. ഇനി വെലോസിറ്റി ആണെങ്കിൽ എന്താ പറയേണ്ടത്? വെലോസിറ്റി എ മുതൽ സി വരെയാണ്. അതിന്റെ വെലോസിറ്റിയാണ് 7 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്, അതായത് ഈ ഡയറക്ഷനിലോട്ടാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി വരുമ്പോൾ 7 മീറ്റർ പെർ സെക്കൻഡ് എന്നും പറയുക, ഏത് ഡയറക്ഷൻ ആണെന്ന് പറയുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം ഈസ്റ്റ്, നോർത്ത് ഈസ്റ്റിന്റെ ഇടയ്ക്കാണ് കിടക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്താ ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയാം. അപ്പോൾ വെലോസിറ്റി എന്താണ്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്കെയിലർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിൾസ് ഡിസ്റ്റൻസും സ്പീഡുമാണ്. അതേസമയം വെക്റ്റർ ക്വാണ്ടിറ്റി എക്സാമ്പിൾ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയാണ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ചോദ്യങ്ങൾ ലെറ്റർ സക്സസിൽ കിടപ്പുണ്ട്, അതെല്ലാം ചെയ്ത് നോക്കുക. താങ്ക്